ഹലോ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. ഈ വിഷയത്തിൽ നമ്മൾ ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് ഉപയോഗിച്ച് ഹൊറിസോണ്ടൽ പൊസിഷനിൽ 3 mm കട്ടിയുള്ള മൈൽഡ് സ്റ്റീൽ ഷീറ്റിൽ ലാപ്പ് ജോയിന്റ് നിർമ്മിക്കുന്നതിനെ കുറിച്ച് പഠിക്കും. ലക്ഷ്യങ്ങൾ. ഈ എക്സസൈസിന്റെ അവസാനം നിങ്ങൾക്ക് ഇവ കഴിയും. നിങ്ങൾക്ക് ഹൊറിസോണ്ടൽ പൊസിഷനിൽ ജോബ് സെറ്റ് ചെയ്യാനും ഡ്രോയിങ് പ്രകാരം ടാക്ക് വെൽഡ് ചെയ്യാനും സ്ട്രിംഗ് ബീഡ് ടെക്നിക് ഉപയോഗിച്ച് ബീഡ് ഡെപ്പോസിറ്റ് ചെയ്യാനും സർഫേസ് ഡിഫക്ട്സുകൾ പരിശോധിക്കാനും കഴിയും. വെൽഡിംഗ് പ്രോസസ്സിന് ആവശ്യമായ ഉപകരണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. സ്റ്റീൽ റൂൾ, ബോൾ പിൻ ഹാമർ, ഹാഫ് റൗണ്ട് ഫയൽ, ട്രൈ സ്ക്വയർ, ടോങ്സ്, ചിപ്പിംഗ് ഹാമർ, സ്റ്റീൽ വയർ ബ്രഷ്, വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ, കീ ആൻഡ് സ്പാനർ, ഹെൽമെറ്റ് ടൈപ്പ് സ്ക്രീൻ, ആംഗിൾ ഗ്രൈൻഡർ, ഗ്യാസ് റെഗുലേറ്റർ വിത്ത് ഫ്ലോ മീറ്റർ, CO2 ഗ്യാസ് ഹീറ്റർ, ഷീൽഡിംഗ് ഗ്യാസ് ഹോസുകൾ, വെൽഡിംഗ് പവർ സോഴ്സ്, സ്ഥിരമായ സ്പീഡും വോൾട്ടേജും ഉറപ്പാക്കാൻ വയർ ഫീഡേഴ്സ്, സപ്ലൈ ഓഫ് ഇലക്ട്രോഡ് വയർ, വെൽഡിംഗ് ഗൺ, ഷീൽഡിംഗ് ഗ്യാസ് സിലിണ്ടർ. ലാപ്പ് ജോയിന്റ് സ്റ്റെപ്സിനുള്ള പ്രീ വെൽഡിംഗ് പ്രിപ്പറേഷനുകളെ കുറിച്ച് നോക്കാം. ഡ്രോയിങ് പ്രകാരം MS ഷീറ്റ് മുറിച്ചെടുക്കുക. ഷീറ്റിന്റെ അരികൾ സ്ക്വയർ ആക്കി ഫയൽ ചെയ്യുക. കാർബൺ സ്റ്റീൽ വയർ ബ്രഷും ഫയലിംഗും ഉപയോഗിച്ച് ഷീറ്റിന്റെ ഉപരിതലം വൃത്തിയാക്കുക. സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ലാപ്പ് സെറ്റ് ചെയ്യുക. സുരക്ഷാ വസ്ത്രങ്ങൾ ധരിക്കുക. വലതുവശത്തായി ടോർച്ച് സെറ്റ് ചെയ്യുക. 90 മുതൽ 100 ആംപിയർ കറണ്ട് സെറ്റ് ചെയ്യുക. കറസ്പോണ്ടിങ് വയർ ഫീഡിംഗ് റേറ്റ് 3 മുതൽ 4 മീറ്റർ പെർ മിനിറ്റ് ആയിരിക്കും. 19 മുതൽ 20 ആർക്ക് വോൾട്ടേജ് സെറ്റ് ചെയ്യുക. കൂടാതെ ഡീപ് ട്രാൻസ്ഫർ മോഡ് ഉപയോഗിക്കുക. ഒരു 0.8 mm ഡയ കോപ്പർ കോട്ടഡ് മൈൽഡ് സ്റ്റീൽ ഫില്ലർ CCMS വയർ ഉപയോഗിക്കുക. ലാപ്പ് ജോയിന്റിന്റെ ഇരുവശങ്ങളിലും ടാക്ക് വെൽഡ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് GMAW ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ ലാപ്പ് ജോയിന്റിന്റെ വെൽഡിംഗ് പ്രോസസ്സിനെ കുറിച്ച് നോക്കാം. ഒരു ഹൊറിസോണ്ടൽ പൊസിഷനിൽ ടാക്ക് വെൽഡ് ജോബ് നിലനിർത്തുക. സഞ്ചാര ദിശയിലേക്ക് 5 മുതൽ 15 ഡിഗ്രി വരെ കോണിൽ ജോയിന്റിന് ലംബമായി ഗൺ പിടിക്കുന്നു. ഗ്രിപ്പ് ട്രാൻസ്ഫർ മോഡ് ഉപയോഗിച്ച് റൂട്ട് റൺ ഡെപ്പോസിറ്റ് ചെയ്യുക. സ്ട്രിംഗ് ബീഡ് വെൽഡിംഗ് ടെക്നിക് ഉപയോഗിക്കുക. സെക്കൻഡ് റൺ ഡെപ്പോസിറ്റ് ചെയ്യുക. ലാപ്പ് ജോയിന്റിന്റെ മുകളിലെ ഷീറ്റിന്റെ അരികിലുള്ള ടോർച്ച് മൂവ്മെന്റ് നിയന്ത്രിക്കണം. അത് അറ്റം ഉരുകാതിരിക്കാൻ സഹായിക്കും. വെൽഡിന്റെ ബോട്ടം ടോയിലെത്തുമ്പോൾ ടോർച്ച് താൽക്കാലികമായി നിർത്തണം. അതുവഴി ടോയിൽ അണ്ടർകട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശരിയായി ഫില്ലർ മെറ്റൽ കൊണ്ട് നിറയും. ബീഡിന് ആവശ്യമായ റീഎൻഫോഴ്സ്മെന്റിന്റെ ഉയരം, അപ്പിയറൻസ് എന്നിവ ലഭിക്കാൻ ടോർച്ചിനൊരു യൂണിഫോം സഞ്ചാരവേഗത നിലനിർത്തണം. ടോർച്ച് നോസിൽ വെൽഡ് സ്പാറ്റർ കൊണ്ട് അടഞ്ഞു പോകാതിരിക്കാൻ ആന്റി സ്പാറ്റർ സ്പ്രേ ഉപയോഗിക്കുക. ശ്രദ്ധിക്കുക, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ വയർ ഫീഡ് ഇറഗുലർ ആകാം. ഇതൊരു അൺഎക്സ്റ്റാബ്ലിഷ്ഡ് ആർക്ക് ഉണ്ടാകുന്നതിന് കാരണമായേക്കാം. കാർബൺ ഡയോക്സൈഡ് ഫ്ലോ ഒരേപോലെ അല്ലെങ്കിൽ വെൽഡിന്റെ മലിനീകരണത്തിനും പൊറോസിറ്റിക്കും കാരണമാകും. ഒരു സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് ബീഡ് വൃത്തിയാക്കുക. എന്തെങ്കിലും സർഫസ് ഡിഫക്ട്സുകൾ അറിയാൻ വെൽഡ് ജോയിന്റ് പരിശോധിക്കുക. ഇപ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ പൊസിഷനിൽ GMAW പ്രക്രിയയിലൂടെ ലാപ്പ് ജോയിന്റിന്റെ കോഷനെ കുറിച്ചും ഇൻസ്പെക്ഷനെ കുറിച്ചും ചർച്ച ചെയ്യാം. വെൽഡ് സൈസ് ഒരുപോലെയാണെന്നും ശരിയായ ബലപ്പെടുത്തലുണ്ടെന്നും ഉറപ്പാക്കണം. നല്ല ബീഡ് പ്രൊഫൈൽ, വെൽഡ് ഏരിയ വൃത്തിയാക്കുക, വെൽഡിംഗ് ഡിഫക്ട്സുകൾ പരിശോധിക്കുക. ഇപ്പോൾ നമുക്ക് പോരായ്മകളെ കുറിച്ച് നോക്കാം. അണ്ടർകട്ട്.
porosity. Uneven bead formation. പ്ലേറ്റിൻ്റെ അറ്റം ഉരുക്കി കളയുക. റീക്യാപ്പ്: ഈ വിഷയത്തിൽ നമ്മൾ പഠിച്ചത് ഹൊറിസോണ്ടൽ പൊസിഷനിൽ ജോബ് സെറ്റ് ചെയ്യാൻ, ഡ്രോയിങ് പ്രകാരം ടാക്ക് വെൽഡ് ചെയ്യാൻ, സ്ട്രിംഗർ ബീഡ് ടെക്നീക്ക് ഉപയോഗിച്ച് ബീഡ് ഡെപ്പോസിറ്റ് ചെയ്യാൻ, സർഫേസ് ഡിഫെക്ട്സുകൾ പരിശോധിക്കാൻ. നന്ദി വിദ്യാർത്ഥികളെ, നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ബൈ.